അത്ഭുതങ്ങളെ ചെയ്യുന്ന മഹാത്ഭുതവാനായ ദൈവത്തിന്റെ നാമത്തിന് ഇന്ന് രാത്രിയിൽ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ബൈബിൾ അധ്യയനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാരെയും ദൈവജനത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. നാം തിരുവെഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. ശബ്ദം വ്യക്തമാണോ? ഫാനിന്റെ ഒന്നും ശബ്ദം എരപ്പൊന്നും ഇല്ലല്ലോ. ഓക്കെ. നാം ഇന്നലെ മുതൽക്ക് ലവോദിക്യ സഭയെ പറ്റിയുള്ള പഠനമാണ് ആരംഭിച്ചത്. നാം ഇന്നലെ കണ്ടതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ കർത്താവ് ഒരു നന്മയും പറഞ്ഞിട്ടില്ലാത്ത ഏക സഭ ഈ ലവോദിക്യ സഭയാണ്. കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ലാത്ത 2 സഭകളുണ്ട്. ബാക്കിയുള്ള 4 സഭകൾക്കും തിന്മകൾ ഉണ്ടായിരുന്നെങ്കിലും നന്മകൾ ഇല്ലാതിരുന്നില്ല. പക്ഷേ അങ്ങനെ എടുത്തു പറയത്തക്ക യാതൊരു നന്മയും ഇല്ലാതെ ശിക്ഷ വിധിക്കപ്പെടുന്ന ഒരു സഭയായി നമുക്ക് ഈ ലവോദിക്യ സഭയെ കാണാം. ക്രിസ്തു ഇല്ലാത്ത ഒരു സഭയായി നമുക്ക് ഈ സഭയെ കാണാം. This church is seen as just an institution, an institutionalized organization. As we often say, we can see during the Laodicean period, the church has been institutionalized, declined to be an organization, declined to be a mere club. നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ലവോദിക്യ സഭയിൽ സഭയുടെ സ്ഥാപനവൽക്കരണം കാണാം. സഭ ഒരു സംഘടനയായി അധപ്പതിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ക്രിസ്തുരഹിത ക്ലബായി ഈ സഭ പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഭാ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് ലവോദിക്യൻ അവസ്ഥ അല്ലെങ്കിൽ അനുഭവം അഥവാ കാലഘട്ടം എന്ന് നമുക്ക് തിരിച്ചറിയാം. വളരെ പരിതാപകരമായ നില. എന്നാൽ ബാഹ്യമായ നിലകളിലോ എല്ലാം ഉണ്ട്. സാമ്പത്തികമായി, സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി, അങ്ങനെയൊക്കെ എല്ലാ നിലകളിലും ഉയർന്നു നിൽക്കുന്ന ഒരു സഭ. ഒത്തിരി കാര്യങ്ങൾ അഭിമാനിക്കുവാൻ ഉള്ള സഭ. പക്ഷേ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ട വിഷയത്തിൽ അപമാനിതയായിരിക്കുന്ന, വിവസ്ത്രയായിരിക്കുന്ന, നഗ്നയായിരിക്കുന്ന, ഒട്ടും ലജ്ജയില്ലാതെ കഴിയുന്ന, വെറും തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന ഒരു സഭയായി നമുക്ക് ഈ ലവോദിക്യ സഭയെ കാണാം. നാം ഇന്നലെയും വായിച്ചു. സഭ അവളെ കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, കുറവില്ല എന്നാണ്. എന്നാൽ ക്രിസ്തു ആ സഭയെ പറ്റി പറയുന്ന അഭിപ്രായങ്ങൾ നാം ഇന്നലെ വായിച്ചു കേട്ടു. ഇനിയും അത് മുൻപോട്ടും നമ്മൾ പഠിക്കുവാനിരിക്കുന്നു.
അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ നാം ഏറ്റവും ഒടുവിലായി കണ്ടത് ലവോദിക്യ സഭയുടെ സ്ഥാപനം ആരാൽ നടന്നു എന്ന് നമുക്കറിവില്ല. പക്ഷേ പൗലോസ് അല്ല അത് എന്ന് കൊലോസ് ലേഖനത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എന്ന് പൗലോസ് പറയുന്നത് കൊണ്ട് ഈ ലവോദിക്കയിലുള്ളവരും പൗലോസിന്റെ മുഖം കണ്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ദൈവത്തിന്റെ കരങ്ങൾ ആ സഭയ്ക്കെതിരായി ഉയരുന്നതാണ് നമുക്ക് വെളിപ്പാട് 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. നമുക്ക് നന്മകൾ ലഭിക്കുമ്പോൾ സാമൂഹികമോ സാമ്പത്തികമോ ഔദ്യോഗികമോ വിദ്യാഭ്യാസപരമോ മറ്റ് സംഘടനാപരമോ എന്തിനേറെ സഭാപരമോ പോലും ആയ വിഷയങ്ങളിൽ ഉയർച്ചകൾ ലഭിക്കുമ്പോൾ, നന്മകൾ ലഭിക്കുമ്പോൾ ദൈവത്തെ മറന്നുകളയുന്ന, ദൈവത്തിന് പ്രാധാന്യം നൽകാത്ത ഒത്തിരി അനുഭവങ്ങൾ ധാരാളം പേരുടെയും ജീവിതത്തിലുണ്ട്. ലവോദിക്യ സഭയ്ക്കും സംഭവിച്ചത് അതുതന്നെയാണ്. അപ്പോൾ തന്നെ ഓർക്കണം, ധനവാന്മാർക്ക് ഭക്തരായിരിക്കാൻ കഴിയില്ല എന്ന ചിന്ത ഉണ്ടാകരുത്. ഭക്തന്മാരെല്ലാവരും കുചേലന്മാരായിരിക്കണം, ദരിദ്രരായിരിക്കണം എന്ന ഒരു ഉപദേശമില്ല. ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഭക്തന്മാർ ഒരു കൂട്ടര് പഠിപ്പിക്കുന്നു, അവർ എല്ലാറ്റിലും ഉന്നത തലത്തിലായിരിക്കണമെന്ന്. ഈ കഴിഞ്ഞ ദിവസവും I happened to hear a question and answer session of a renowned Christian leader in India. ഇന്ത്യയിൽ എല്ലാ സഭാ വിഭാഗങ്ങൾക്കും ഇടയിൽ സ്വീകാര്യതയുള്ള, പെന്തക്കോസ്തും ഉൾപ്പെടെയുള്ള എല്ലാ പൊട്ടത്വ പെന്തക്കോസ്ത വേറുപെട്ട സഭാ വിഭാഗങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള ഒരു സഭാ നേതാവിനെ ഒരു ന്യൂജൻ പാസ്റ്റർ ഇങ്ങനെ അവരുടെ സൂം മീറ്റിംഗിൽ ഇരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും പറയിപ്പിക്കുന്നതും അല്പം ഞാനൊന്ന് കേട്ടു. ഒരു ദിവസം വാഹനത്തിൽ ഞാനിങ്ങനെ പോകുമ്പോൾ അല്പസമയം എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടി. അതിൽ അദ്ദേഹത്തോട് ചോദ്യകർത്താവ് ചോദിച്ചു, അങ്ങ് മറ്റുള്ള സഭാ നേതാക്കളിൽ നിന്നും വ്യത്യസ്തനായി എങ്ങനെയാണ് വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആളിനെ പിടികിട്ടുന്നെങ്കിൽ മനസ്സിൽ വെച്ചേക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വാസത്തെ പറ്റി ഇത്രയധികം പഠിപ്പിക്കാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും സാധിക്കുക? അദ്ദേഹം അന്നേരം പറഞ്ഞ ഒരു കാര്യം, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കേട്ടിരുന്നത് മുഴുവനും ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയാൽ പട്ടിണിയും പരിവട്ടവുമാണെന്ന. അതുകൊണ്ട് അത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന കാലത്തൊക്കെ എനിക്ക് പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നുള്ളൂ. വയറ് നിറച്ചൊന്നും കഴിക്കാൻ കിട്ടുമായിരുന്നില്ല, എൻ്റെ പിള്ളേർക്ക് കൊടുക്കാൻ കിട്ടുമായിരുന്നില്ല. പിന്നീട് പരേതനായ
ഡോക്ടർ ജോൺ ഓസ്റ്റീനിൽ നിന്നും മറ്റുമാണ് വിശ്വാസത്തിന്റെ പാഠങ്ങൾ പഠിച്ചതെന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു അത് വിശ്വസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉയർച്ച തന്നെ ഉയർച്ചയുള്ളൂ. യു ആർ റൈറ്റ്. ഉയർച്ച തന്നെ ഉയർച്ചയുള്ളൂ. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്, ഞാൻ പ്രാപിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ രണ്ടുപദേശവും തെറ്റാണ്. ഭക്തിയോടെ ജീവിച്ചാൽ ഭൗതികമായ ഉയർച്ചകൾ ഉണ്ടാകത്തില്ല, ഉണ്ടാകരുത് എന്ന പഠിപ്പീരും. ഭക്തരാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെ ലഭിക്കും എന്ന പഠിപ്പീരും. രണ്ടും തെറ്റാ, രണ്ടും തെറ്റാ. പിന്നെന്താ ശരി? ഭൗതിക നന്മകൾ ആർക്കും ലഭിക്കാം. ദൈവത്തിൽ നിന്നും ലഭിക്കാം, സാത്താനിൽ നിന്നും ലഭിക്കാം. എന്ത് ലഭിച്ചാലും അത് ദൈവത്തിൽ നിന്നും മാത്രമാണെന്ന് ഉറപ്പുവരുത്തിക്കോണം. ദൈവത്തിൽ നിന്നും ലഭിച്ചതാണെങ്കിൽ എങ്കിൽ പോലും അത് അപരന്റെ ആവശ്യത്തിനും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും വേണ്ടി ചിലവിടുവാൻ പൂർണ്ണമായും സന്നദ്ധരായിരിക്കുകയും വേണം. ദൈവം എത്ര നന്മകൾ തന്നാലും ഇയ്യോബിനെ പോലെ ആ നന്മകളാകരുത് നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം. സ്തോത്രം. ആ നന്മകളാകരുത്. നമുക്കറിയാം, ഇയ്യോബ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ എത്രയോ പിതാക്കന്മാർ, ഭക്തന്മാർ ഭൗതിക നന്മകൾ ധാരാളമുള്ളവരായിരുന്നു, ധാരാളം സ്വത്തുക്കൾ ഉള്ളവരായിരുന്നു. അവരുടെയൊക്കെ കാലത്തെ ഒരുപക്ഷെ നമ്പർ 1 ധനവാന്മാരായിരുന്നു അവരൊക്കെ. പക്ഷേ അവരുടെ ഒന്നും ഭക്തിയുടെ ആധാരം ഈ നന്മകളൊന്നും ആയിരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നാം ഓർത്തോണം, എത്ര നന്മകൾ നമുക്ക് ലഭിച്ചാലും അതാകരുത് നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനത്തിലാകരുത് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. സ്തോത്രം. കൂടെ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. പിന്നെ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം? However we are rich, we are entrusted with material goodness. However, these material goodness are heavy and weightier. Our devotion to the Lord, our love for the Lord, our holy life, our spirituality should not rest on these material things. And we should not love God accordingly. Our love for the Lord should not rest upon the material goodness we received or we have. Then on what basis shall we love the Lord? നമുക്ക് ദൈവം തന്ന നന്മകളാകരുത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് അടിസ്ഥാനം. പിന്നെ എന്തായിരിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നതിന് അടിസ്ഥാനം? നമ്മളെ നേടുവാൻ തക്കവണ്ണം കാഴ്ചയാലല്ല വിശ്വാസത്താൽ.
അല്ല, നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് നിദാനം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് പോലും അടിസ്ഥാനം. കാൽവറിയിലെ സ്നേഹം നമ്മളെ നേടുവാൻ തക്കവണ്ണം. കാൽവറിയിലെ സ്നേഹം ശരിയാണ്, നമ്മളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ ഗ്രേസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. യാതൊരു യോഗ്യത എന്തോ കേട്ടില്ല. യാതൊരു യോഗ്യതയും വരെ കേട്ടുള്ളൂ. യാതൊരു യോഗ്യതയും ഇല്ലായിരുന്ന നമ്മെ സ്വന്തം ജീവൻ കൊടുത്ത് വീണ്ടെടുത്തു, മക്കളാക്കി വീണ്ടെടുത്തു. ശരി തന്നെയാണ്. എങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ട്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വന്നില്ല. ശത്രുവായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച സ്നേഹം തെറ്റല്ല. based on who he is. ആഹാ, നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചത് കൊണ്ട്. നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിച്ചത് കൊണ്ട്. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് അതാണ്. എന്നാലും ആ ഒരു ശക്കലം കൂടെ മുൻപോട്ട് വരാനുണ്ട്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ടോ? ഇല്ല, അതുമല്ല. അതും തെറ്റല്ല, ശരി തന്നെയാണ്. ഏറ്റവും ശരിയായത് വന്നില്ലെന്നേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ തന്നെ ഭാഷയിലാണ് അത് പറയേണ്ടത്. ലൂക്കോസ് 7-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം. ലൂക്ക് 7:43. നമ്മൾ നേരത്തെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടെ. അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്ക് ആ ഭാഗം അറിയാം. യേശു കർത്താവിനെ ഒരു പരീക്ഷണാർത്ഥം ഊണിന് വിളിച്ചതാ. പരീശൻ യേശുവിനെ ചെയ്യേണ്ടതൊന്നും ആതിഥ്യ മര്യാദ അനുസരിച്ച് ചെയ്തില്ല. പക്ഷേ ആ നാട്ടിലെ വളരെ ദുർമാർഗിനിയായിട്ട് ജീവിച്ച ഈ സ്ത്രീ വന്ന് യേശുവിന് വേണ്ടി ചെയ്തു. നമുക്കറിയാം കാര്യങ്ങളൊക്കെ. യേശുവിന്റെ കാൽക്കൽ ഇരുന്നതും, കണ്ണീര് കൊണ്ട് കാല് കഴുകിയതും, തലമുടി കൊണ്ട് തുടച്ചതും, തൈലം പൂശിയതും, ചുംബിച്ചതും ഒക്കെ. അപ്പോൾ പരീശൻ മനസ്സിൽ ചിന്തിച്ചതും യേശു അറിഞ്ഞിട്ട് ചോദിച്ച ചോദ്യമാണ് നാം ആ ഭാഗത്ത് കാണുന്നത്. അതിന്റെ 40-ാമത്തെ വാക്യം മുതൽക്കാണ് യേശു ചോദ്യം ചോദിച്ചത്. 2 കടക്കാർ, ഒരു യജമാനന് 2 കടക്കാർ. എന്നിട്ട് നമ്മുടെ വായിക്കുന്നു 41-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റൊരുത്തൻ 50 വെള്ളിക്കാശും ഒരേ യജമാനന് കടംപെട്ടിരുന്നു. 50,000 രൂപയും 5,000 രൂപയും എന്ന് വെച്ചോളൂ. എന്നാൽ യജമാനൻ 2 പേർക്കും ഇളച്ചു കൊടുത്തു. ഇതിൽ ആരായിരിക്കും യജമാനനെ കൂടുതൽ സ്നേഹിക്കുക? അതാണ് 43-ാം വാക്യത്തിൽ യേശുവിനോട് പരീശൻ പറഞ്ഞത്, അധികം ഇളച്ചു കിട്ടിയവൻ. ഇതേ തത്വമാണ് യേശു ഇവിടെ പറയുന്നത്. കർത്താവിനെ ആരായിരിക്കും കൂടുതൽ സ്നേഹിക്കുക? ആരുടെ പാപങ്ങളാണോ അധികം മായിച്ചു കിട്ടിയത്? നമുക്കറിയാം,
ഒരു മറിയ യേശുവിനെ ക്രിസ്തുവിന്റെ ജീവ ശുശ്രൂഷ കാലത്ത് ഏറ്റവും അധികം സ്നേഹിച്ച ഒരു മഹിളാരത്നമാണ്. എന്താ അവൾ അങ്ങനെ സ്നേഹിച്ചത്? അവളുടെ ചരിത്രം നോക്കിയാൽ മതി അല്ലെ. ഏറ്റവും നാറ്റം വമിക്കുന്ന ജീവിതാനുഭവത്തിൽ നിന്ന് കർത്താവ് അവളുടെ പാപങ്ങൾ ക്ഷമിച്ച് കർത്താവിനോട് അടുക്കുവാൻ അവളെ അനുവദിച്ചു. സ്തോത്രം. എന്താകരുത് നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് അടിസ്ഥാനം? ദൈവം തന്ന ഭൗതിക നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം നമുക്ക് തന്ന ഉയർച്ചകൾ, സാമ്പത്തിക ഭദ്രത, ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം, ജോലി, ഇതൊന്നും ആകരുത് നാം കർത്താവിനെ സ്നേഹിക്കുന്നതിനുള്ള അടിസ്ഥാനം. ഇവയ്ക്കൊക്കെ വേണ്ടി സ്തോത്രം പറഞ്ഞോളൂ ദൈവത്തിന്, നന്ദിയുള്ളവരായിരുന്നോളൂ ദൈവത്തോട്. പക്ഷേ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? നമുക്ക് ലഭിച്ച പാപക്ഷമയുടെ അടിസ്ഥാനത്തിലായിരിക്കും. Our love for the Lord should be in ratio with the forgiveness we received. The forgiveness we received. Stotra. The amount of tears, not necessarily be we weeping. കണ്ണീരൊഴുക്കണം എന്നില്ല. ചിലരുടെ സ്വഭാവത്തിൽ കണ്ണീരൊഴിക്കത്തില്ല. So the amount of our weeping, their weeping means the brokenness of our heart. A contrite mind. That is what I mean here with weeping. The amount of our weeping will determine or prove the amount of our repentance. The amount of repentance will make sure the amount of forgiveness we receive. The amount of forgiveness also will decide how much we love the Lord. സ്തോത്രം. നാം ഒഴുക്കുന്ന കണ്ണുനീർ, അനുതാപ കണ്ണുനീർ എല്ലാവരും കരയണമെന്നില്ല. പക്ഷേ ഇവിടെ കണ്ണുനീർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയ തകർച്ചയാണ്. പാപബോധത്താൽ ഉളവാകുന്ന ഹൃദയ തകർച്ചയാണ് ഇവിടെ കണ്ണീർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ കണ്ണുനീരിന്റെ അളവ് നമ്മുടെ അനുതാപത്തിന്റെ അളവിനെ വ്യക്തമാക്കും. നമ്മുടെ അനുതാപത്തിന്റെ അളവിനനുസരിച്ച് നമുക്ക് മാനസാന്തരം ഉണ്ടാവുന്നു. ആ മാനസാന്തരത്തിന്റെ അളവിനൊത്ത് പാപക്ഷമ നമുക്ക് ലഭിക്കുന്നു. ലഭിക്കുന്ന പാപക്ഷമയ്ക്ക് അനുസൃതമായി നാം ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും? അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് നമുക്ക് ലഭിച്ച പാപക്ഷമയുടെ അളവിനൊത്തായിരിക്കട്ടെ. നമുക്ക് ലഭിച്ച പാപക്ഷമയുടെ അളവിനൊത്ത്. സ്തോത്രം.
ഭൗതിക നന്മകളുടെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഇയ്യോബ് തുടങ്ങിയുള്ള ധാരാളം ഭക്തന്മാർക്ക് ധാരാളം ഭൗതിക സമ്പത്തുണ്ടായിരുന്നെങ്കിലും അതൊന്നും അവരുടെ ആത്മീയ ജീവിതത്തിന്, ഭക്തിയുടെ ജീവിതത്തിന് തടസ്സം ആയിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അധികവും എന്താ കാണുന്നത്? നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതായിട്ടാണ്. അങ്ങനെ ഒരിക്കലും ആകരുത്. പക്ഷെ ദൈവസഭയ്ക്ക് ഏതാണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഭൗതികവും സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ ഉയർച്ചകൾ നമുക്ക് ലഭിച്ചപ്പോൾ നമ്മുടെ ആത്മീയം അതിനനുസരിച്ച് ഉയർന്നില്ല. നമ്മുടെ ആത്മീയ നിലവാരം അതിനനുസരിച്ച് വികസിച്ചില്ല. നാം ആത്മീയമായി താഴേക്ക് പോവുകയായിരുന്നു. പക്ഷെ നാം അത് അറിഞ്ഞതുപോലുമില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവം നമുക്ക് എത്ര നന്മകൾ, ഈ പറഞ്ഞ എല്ലാ അതിനകത്ത് ഉൾപ്പെടും. ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആവർത്തിക്കുന്നില്ല. എത്ര ഭൗതിക നന്മകൾ ദൈവം നമുക്ക് നൽകിയാലും അതിലേക്കൊന്നും നമ്മുടെ മനസ്സ് മറിഞ്ഞു പോകരുത്. സ്തോത്രം. നമ്മുടെ മനസ്സ് അതിലേക്കൊന്നും മാറരുത്, മറിയരുത്. സ്തോത്രം. വ്യക്തമാണല്ലോ ഇത്രയും കാര്യങ്ങൾ? സംശയങ്ങൾ എന്തെങ്കിലും? ഒന്നുമില്ല. സ്തോത്രം. എന്നാൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും നമ്മെ അധികം ഭക്തന്മാരാക്കണം, അധികം നീതിമാന്മാരാക്കണം, അധികം നമ്മെ വിശുദ്ധരാക്കണം, നമ്മെ അധികം ക്രിസ്താനുരൂപരാക്കണം. ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളായി തീരുവാൻ ഈ നന്മകളൊക്കെ കാരണമാകണം. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ ദൈവം തന്നെ തരുന്ന ഈ നന്മകളൊക്കെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അതോ അകറ്റുകയാണോ ചെയ്യുന്നത്? സ്തോത്രം. ഉത്തരവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലെ? നന്മ കൂടുതൽ കിട്ടും തോറും ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ലവോദിക്യ സഭയുടെ അവസ്ഥ നമ്മുടെയും ജീവിതത്തിലുണ്ട്. കുറഞ്ഞപക്ഷം നമുക്കുള്ള ഭൗതിക നന്മകളുടെ മാനേജ്മെന്റിന് വേണ്ടി അവയെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം തന്നെ കൂടുതൽ ചിലവാക്കേണ്ടി വരുന്നു. ആരുടെ പേരിലുള്ള സമയമാണ് നമ്മൾ എടുത്ത് അവിടെ ചിലവാക്കുന്നത്? ദൈവത്തിൻ്റെതാ. നമുക്ക് വരുമാനം കൂടുന്നു, സമ്പത്ത് കൂടുന്നു, നന്മകൾ കൂടുന്നു, പേരും ഉത്തരവാദിത്വങ്ങളും കൂടുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നു അതിനൊക്കെ. നമ്മുടെ ജോലിയിൽ നിന്ന് നമ്മൾ സമയമെടുത്ത് അവിടെ കൊടുക്കാറുണ്ടോ?
പൊതുവെ ഇല്ല. പിന്നെ എടുത്തു കൊടുക്കാൻ പറ്റിയ നേരം ദൈവത്തിനുള്ളത് മാത്രമേ ഉള്ളൂ. ചില പറയും, ദൈവമേ നീ എല്ലാം അറിയുന്നല്ലോ. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാകാതെ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതാകട്ടെ. സ്തോത്രം. എന്തിനേറെ നമുക്ക് ലഭിക്കുന്ന സെൽഫോൺ, നമുക്കുള്ള ഇന്റർനെറ്റ്, TV, ഇതൊക്കെ തന്നെ ഉദാഹരണത്തിന് ഒന്നെടുത്ത് ചിന്തിച്ചാൽ മതി. ദൈവം നമുക്ക് ഇതൊക്കെ നൽകിയിട്ടുണ്ട്. വേണ്ട, നമുക്ക് ദൈവം ഭൗതികമായ തലത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ഒക്കെ നൽകിയിട്ടുള്ള അറിവുകൾ, knowledge and wisdom God has granted us. അവയും നാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? ആ അറിവുകൾ പോലും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നുവോ ദൈവത്തിൽ നിന്നും അകറ്റുന്നുവോ? കാശ് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരാ. പൊസിഷൻ മാത്രം, സ്ഥാനവും സമ്പത്തും മാത്രം ചിന്തിച്ചാൽ പോരാ. ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചിന്തിച്ചോ. ഈവൻ നമ്മുടെ അറിവുൾപ്പെടെ, അതുമൊക്കെ ദൈവത്തോട് നമുക്ക് അടുക്കുന്നതിനാണോ നാം ഉപയോഗിക്കാറുള്ളത്? Often they drag us away from God. They distance us from God. സ്തോത്രം. Yeah, it makes us, or they make us self-dependent. സ്തോത്രം. ലവോദിക്യ സഭയെ പോലെ നാം ആകരുതേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഏതാണ്ട് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപോട്ട് പോകാമല്ലോ. സ്തോത്രം. നമ്മൾ പണ്ട് ചിന്തിച്ചിട്ടുള്ളത് പോലെ, by the time of Laodicea, Christianity became Churchianity. Yeah, Christianity became Churchianity. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, church is not an organization, but rather, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? It is an organism, not an organization, but the church is an organism. സ്തോത്രം. ഒരു സംഘടനയല്ല സഭ. പിന്നെ സഭ ഒരു ജീവൽ ഘടകമാണ്, ഒരു ജീവമത് ഘടകമാണ് സഭ. സ്തോത്രം. നമ്മുടെ സഭകളും ജീവനുള്ള സഭകളായി തീരട്ടെ. സ്തോത്രം. ഇന്ന് എൻ്റെ ട്രെയിൻ യാത്രയിൽ ഒരു ദൈവദാസനെ കണ്ടുമുട്ടി. ഞാൻ അല്പസമയം ആത്മീയ വിഷയങ്ങളെ പറ്റി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
സഭകൾ ഇന്ന് സ്വസ്ഥമായി കൂടിയിരിക്കുകയാണ്. ഞങ്ങൾ അതിനെ വിളിച്ച പേര് ദ ചർച്ച് ടുഡേ ഈസ് അറ്റ് ഇറ്റ്സ് കംഫർട്ട് സോൺ. But we are called to disturb the undisturbed. സ്തോത്രം. നാം എന്താ, സഭ എന്താ ചെയ്യേണ്ടത്? സ്വസ്ഥമായിരിക്കുന്നവരുടെ സ്വസ്ഥത കെടുക്കുക. The church is in comfort zone and secure zone. But remember, the Lord will take the church away from these comfort and secure zones. ഇത്രയും മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യം? ഇല്ലെങ്കിൽ നാം അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കും. ശരി, ഇനി നമുക്ക് നോക്കാം ലവോദിക്യ പട്ടണത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ഉള്ള ഒരു ഏകദേശ ധാരണ നമുക്കായി. മൂന്നാമത്, ലെറ്റ്സ് സീ ദ കൗൺസിലർ. ലവോദിക്യ സഭയ്ക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ആലോചനക്കാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം. Who is speaking to this Laodicean church? How he presents himself. 14ാമത്തെ വാക്യം, verse number 14. And to the angel of the church in Laodicea write, the words of the Amen, the faithful and true witness, the beginning of God's creation. സ്തോത്രം. മലയാളത്തിന്റെ ഓർഡർ അനുസരിച്ച് വിശ്വസ്തൻ, 2 സത്യവാൻ, സ്തോത്രം, 3 സാക്ഷി, 4 ദൈവ സൃഷ്ടിയുടെ ആരംഭം, 5 ആമേൻ എന്നുള്ളവൻ, ആമേൻ എന്ന് പേരുള്ളവൻ. 15ാം വാക്യത്തിൽ നാം കാണുന്നു നമ്മുടെ പ്രവൃത്തിയെ അറിയുന്നവൻ. സ്തോത്രം. പിന്നെയുമുണ്ട് 18ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സഭയ്ക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നത്. സ്തോത്രം. പതിനെട്ടാം വാക്യം ഒന്ന് വായിച്ചോളൂ. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ബുദ്ധി പറയുന്നു. Christ is portrayed here as a counselor to the church. സഭ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവ വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിപദേശം കൊടുക്കുന്ന ആലോചനക്കാരനായി നമുക്കിവിടെ കർത്താവിനെ കാണാം. സ്തോത്രം. 19ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ അടുത്ത വെളിപ്പാട് കാണാം. എന്താ?
എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. തനിക്ക് പ്രിയമുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ. യേശുവൻ നാമം യേശുവൻ നാമം എന്ന പാട്ടിലാണെന്ന് തോന്നുന്നല്ലോ ഈ പദങ്ങൾ പാട്ടുകാരൻ പാടുന്നുണ്ട്. നല്ലിടയനായ യേശുനാഥൻ നിരന്തരം എന്നെ വഴി നടത്തും. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ ശിക്ഷിക്കും. സ്തോത്രം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിരുന്നു, നമ്മുടെ ദൈവം നമ്മുടെ അടുത്ത മാടക്കടയിലെ ബീഡി സിഗരറ്റും പുകയിലയും വിൽക്കുന്ന കൊച്ചാട്ടനല്ല. സ്തോത്രം. പകരം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്ന, വളരെ ബുദ്ധിപദേശം തന്ന് നമ്മെ നടത്തുന്ന നല്ലൊരു പപ്പായ. സ്തോത്രം. വ്യത്യാസം മനസ്സിലായോ? പപ്പ തന്നെ വലിച്ചിട്ട് എടുത്ത് എറിയുന്ന ആ ബീഡിക്കുറ്റി എടുത്തൊരു പുക വലിക്കാൻ അപ്പൻ മക്കളെ സമ്മതിക്കത്തില്ല. ഒരു ചെലവില്ലാത്ത അപ്പൻ വലിച്ചിട്ട് കളഞ്ഞതാ. അതേസമയം നമ്മുടെ ഞാൻ മുമ്പേ പറഞ്ഞ കൊച്ചാട്ടനോ വിളിച്ചു കയറ്റും, ഇങ്ങ് വാ, ഇവിടെ ചരിപ്പുണ്ട്, ചായ്പുണ്ട്, ഇവിടോട്ട് നിന്ന് വലിച്ചോ, ആരും അറിയത്തില്ല. ഫ്രീ ആയിട്ട് തരും. ആദ്യം ഫ്രീ ആയിട്ട് തരും. അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ മാടക്കടയിലെ കൊച്ചാട്ടനല്ല, അണ്ണനല്ല, പിന്നെ പ്രിയമുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ. അപ്പൊ ബുദ്ധി ഉപദേശിക്കുക മാത്രമല്ല, ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവന്. സ്തോത്രം. നാം കാണുന്നു 20-ാമത്തെ വാക്യത്തിൽ നാം ക്രിസ്തുവിനെ കാണുന്നത് അടഞ്ഞു കിടക്കുന്ന ഹൃദയവാതിൽക്കൽ മുട്ടുന്നവനായിട്ട്. One who knocks at the closed door of man's heart. അടഞ്ഞു കിടക്കുന്ന മനുഷ്യഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നവനായിട്ടാണ് നമുക്ക് നസ്രായനെ ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 21-ാമത്തെ വാക്യത്തിൽ റിവാർഡർ, പ്രതിഫലം നൽകുന്നവൻ, പ്രതിഫലം നൽകുന്നവൻ. സ്തോത്രം. മനസ്സിലായല്ലോ? ഇങ്ങനെ യേശുക്രിസ്തുവിനെ നമുക്ക് പല നിലകളിൽ ഇവിടെ നിന്നും കാണുവാൻ കഴിയുന്നുണ്ട്. We can see the picture of Christ here in different ways. In different ways. As a witness, Sakshi,
വിശ്വസ്തൻ, faithful one, true one, സത്യവാൻ. The beginning of God's creation. ഇങ്ങനെ ധാരാളം പേരുകൾ. സ്തോത്രം. അപ്പോൾ യേശു ഇവിടെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തെ സംഗതി താന് ആരാണെന്നാ പറയുന്നത്? ആമേൻ. ഇംഗ്ലീഷിലും മലയാളത്തിലും ഓർഡറിന് അല്പം വ്യത്യാസമുണ്ട്. സെന്റൻസിന്റെ, വാക്യത്തിന്റെ ഘടനയ്ക്ക് അല്പം വ്യത്യാസം. മലയാളത്തിൽ നാം വായിക്കുന്നത് The faithful. the faithful one. വിശുദ്ധനും സത്യവാനും ആയ സാക്ഷി. അതിൽ നമ്മൾ വിശുദ്ധൻ എന്നതും സത്യവാൻ എന്നതും പഠിച്ചിരുന്നല്ലോ. വിശുദ്ധനെന്നല്ല, വിശ്വസ്തനും. നമ്മൾ കഴിഞ്ഞ ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിനെ കണ്ടത് വിശുദ്ധനും സത്യവാനും. വിശുദ്ധനും സത്യവാനും. നാം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പഠിച്ചത് വിശ്വസ്ത സാക്ഷി. വിശ്വസ്ത സാക്ഷി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. വിശുദ്ധൻ, സത്യവാൻ, വിശ്വസ്തൻ, സാക്ഷി എന്നിത്യാദി കാര്യങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആവർത്തിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. നമ്മളിത് പല ആവർത്തി പഠിച്ചതായതുകൊണ്ട് അതിനുവേണ്ടി ഇനിയും സമയമെടുക്കുന്നില്ല. സാക്ഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് പഠിച്ചിരുന്നു, രക്തസാക്ഷി എന്ന അർത്ഥം വരുമാറാണ് ആ പദത്തിന്റെ പ്രയോഗം. മാർട്ടൂറിയോസ്. അതിൽ നിന്നാണ് മാർട്ടിയർ എന്ന ഇംഗ്ലീഷ് പദം. വിശ്വസ്ത സാക്ഷി. സ്തോത്രം. നമ്മുടെ കർത്താവ് ആരാണ് എന്ന തിരിച്ചറിവ്. എന്തിനാ കർത്താവ് ഇവിടെയെല്ലാം ഈ 7 സഭകളോടുള്ള ബന്ധത്തിലും ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയത്? ക്രിസ്തു ഈ പല നിലകളിൽ തന്നെത്താൻ വെളിപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാ? അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. What for? With what purpose did Jesus introduce himself to the church? ദൈവത്തിന്റെ ക്യാരക്ടർ. ബാക്കിയോടെ പറഞ്ഞു. ക്യാരക്ടർ. നമ്മളും അങ്ങനെയാകാൻ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനെ ഒരുമിച്ച് വെച്ചാൽ അതിന് ഉത്തരവാകും. നമ്മുടെ ദൈവം ആരാണ്, എങ്ങനെ ഉള്ളവനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ അതുപോലെ ആക്കാൻ എളുപ്പമാണ്.
യേശു തന്നെ താൻ ഓരോ സഭയോടുള്ള ബന്ധത്തിലും പരിചയപ്പെടുത്തിയത് നാം നമ്മുടെ കർത്താവിനെ നന്നായി അറിയുക എന്ന ലക്ഷ്യത്തോടെയാണ്. നാം നമ്മുടെ ദൈവത്തെ നന്നായി അറിഞ്ഞാൽ, സ്തോത്രം, നാം തന്നോട് അനുരൂപരാകുവാൻ വേണ്ടി ഉദ്യമിക്കുന്നവരായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വളരെ അനിവാര്യമായ ഒരു ഘടകമുണ്ട്. ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറയാറുള്ളത് പോലെ, നോ ക്രൈസ്റ്റ് മോർ. ആരെങ്കിലും? No Christ more clearly. More clearly. Know Christ more clearly. നമുക്ക് കർത്താവിനെ കൂടുതൽ അടുത്തറിയാൻ ഈ പഠനങ്ങളും ഇടവരുത്തട്ടെ. സ്തോത്രം. നമുക്കതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കർത്താവ് വന്നില്ലെങ്കിൽ നാളെ എത്താം എന്ന് കരുതുന്നു. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. സ്തോത്രം. പ്രൈസ് ആൻഡ് പാസ്റ്റർ ഉണ്ടല്ലോ. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ പാസ്റ്റർ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ രാത്രികാലം ദൈവപാദപീഠത്തിലേക്ക് പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട സമയത്തെ ഓർത്ത് നിന്നോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ, ഞങ്ങളായിരുന്ന സ്ഥാനങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപയും സമാധാനവും ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, രാത്രികാലം ദൈവത്തിന്റെ തിരുവഴുത്തുകളെ ശ്രവിപ്പാൻ, പഠിപ്പാൻ, കർത്താവേ, നിന്നോട് കൂടുതലായിട്ട് അടുക്കുവാൻ, നിന്റെ വചനത്തെ കൂടുതലായിട്ട് ഗ്രഹിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന നല്ല വിധങ്ങളെ ഓർത്ത് നിന്നോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ക്രിസ്തുരഹിത ജീവിതം നയിപ്പാനല്ല കർത്താവേ, നിന്നോട് ഒരുമിച്ച് കർത്താവെ നിന്നിൽ ആശ്രയിച്ച്, കർത്താവെ നിന്നിൽ വിശ്വസിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവെ നിന്നോട് ഒരുമിച്ചുള്ള കർത്താവെ ആ ഒരു യാത്ര, ക്രിസ്തീയ യാത്ര, കർത്താവെ വിശ്വാസ ജീവിത യാത്ര, കർത്താവെ അനുഗ്രഹത്തോടെ മുന്നോട്ട് നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാത്രികാലം കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവൻ എപ്രകാരം സ്വർഗത്തിലെ ദൈവം എപ്രകാരമായിരിക്കുന്നു അത് പ്രകാരം കർത്താവെ ആ ഒരു പെർഫെക്ഷനിലേക്ക് കർത്താവ് ഞങ്ങൾ വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കാൻ കർത്താവിന്റെ ദാസനെ നീ ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവെ, ദാസനോട് ശക്തീകരിക്കണമേ. എല്ലാ ശാരീരിക ബലഹീനതകളിൽ നിന്ന് കർത്താവ് പൂർണ്ണ വിടുതലും ആശ്വാസവും കൊടുത്തതിന്റെ ദാസനെ അവിടെ നിന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബം അനുഗ്രഹിക്കണമേ. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ വാരത്തിൽ ചെയ്യുവാൻ കർത്താവിന്റെ മക്കളെ അവിടെ സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവെ. വിശേഷാൽ ഞങ്ങൾ പ്രിയ ശാരീരികമായി സൗഖ്യമില്ലാതായിരിക്കുന്ന പ്രിയ സഹോദരിക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരം കർത്താവെ ആശ്വസിച്ച സ്ഥാനത്ത് ഇറങ്ങി വന്ന് കർത്താവെ സ്വർഗത്തിന്റെ വലിയ അത്ഭുതം കർത്താവെ ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുവാൻ